Next distribution is geometric distribution. Consider a random experiment with only two possible outcomes, success and failure. നേരത്തെ നമ്മൾ ബൈനോമിയലിൽ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെയാണ് സക്സസ് ആൻഡ് ഫെയിലിയർ. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. എക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. അങ്ങനെയാണ് നമ്മളിവിടെ എക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. മറ്റേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസസ് ആയിരുന്നു. ഇവിടെ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ബിഫോർ ദ ഫസ്റ്റ് സക്സസ്, അതാണ് എക്സ്. അപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മളെപ്പോഴും സക്സസ്സും ഫെയിലിയറും പെട്ടെന്ന് പറയാവുന്ന എക്സാമ്പിൾ. അങ്ങനെയാകുമ്പോൾ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ബിഫോർ ഗെറ്റിംഗ് എ ഹെഡ്, അതായത് ഹെഡ് കിട്ടുന്നതിന് മുമ്പ് കുറേ ട്രയൽസിൽ ഹെഡ് കിട്ടുന്നതിന് മുമ്പ് എത്ര ഫെയിലിയേഴ്സ് ഉണ്ടാവും, എത്ര പ്രാവശ്യം ടെയിൽ വന്നു, ഹെഡാണ് നമുക്ക് വേണ്ടത് സക്സസ് ആയിട്ട്. അപ്പോൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ വേണമെങ്കിൽ ടെയിലാവാം. പിന്നെ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ പ്രാവശ്യമാണ് ഹെഡ് കിട്ടുന്നതെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു, അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഹെഡ് കിട്ടുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ബിഫോർ ദ ഫസ്റ്റ് സക്സസ്. നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 4 ആണ്. അതാണ് ഇവിടെ. ദെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് ക്യൂ റേസ് ടു എക്സ് പി. ഫെയിലിയേഴ്സിൻ്റെ പ്രോബബിലിറ്റിയാണ് ക്യൂ. എക്സ് ടൈംസ് ഫെയിലിയേഴ്സ് വന്നു, അടുത്തത് എക്സ് പ്ലസ് 1th ട്രയലിലാണ് നമുക്ക് സക്സസ് കിട്ടിയത്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇസ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി, അതായത് ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു എക്സെട്ര അപ് ടു എക്സ് ആൻഡ് ദെൻ എക്സ് പ്ലസ് 1th ഈസ് എ സക്സസ്. ദാറ്റ് പ്രോബബിലിറ്റി ഈസ് പി. അതാണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ദ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിനെ ഡിഫൈൻ ചെയ്യാൻ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ബിഫോർ ദ ഫസ്റ്റ് സക്സസ്. Now we can define geometric distribution. A random variable x is said to follow geometric distribution if its PMF is given by f of x equal to q raised to xp, where x takes the value 0, 1, 2, 3, etc. and q plus p is equal to 1. Probability of success and failure, total probability is equal to 1 and 0 less than p less than 1. Now we have defined the probability density function. Now we can find the mean and variance. Mean is equal to expectation of x, that is summation of x into f of x. Here f of x is equal to q raised to xp. Summation 0 to infinity x into q raised to xp. Summation our x ആണ്. അപ്പോൾ p is independent of x, that can be taken outside. Here simply expand. Now taking q and p outside, we get 1 plus 2q plus 3q square plus etc. That is the expansion of 1 minus q raised to minus 2. അപ്പോൾ qp into 1 minus q raised to minus 2. നമുക്ക് എങ്ങനെയാണ് ആ എക്സ്പാൻഷൻ വരുന്നത് നോക്കാം. സമ്മേഷൻ ഓഫ് സീരീസിൽ അല്ലെങ്കിൽ മെക്ലോറിൻ സീരീസിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. 1 minus x raised to minus p by q is equal to 1 plus p by q into x plus p into p plus q by 1 into x by q the whole square plus p into p plus q into p plus 2q by 1 into 2 into 3 x by q the whole cube plus etc. ഇപ്പോൾ ഈ എക്സ്പാൻഷൻ ഓർത്തിരിക്കുക, കാരണം 1 minus x raised to minus 2 x raised to minus 3 അങ്ങനെയുള്ള എക്സ്പാൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഇത് യൂസ് ചെയ്താൽ മതി. 1 minus x raised to minus 1 നിങ്ങൾക്കറിയാം, 1 plus x plus x square plus x etc. 1 minus x raised to minus 2 ആകുമ്പോൾ ഇവിടെ പിയുടെ വാല്യൂ സ്ഥാനത്ത് 2 ഇടുക, q is equal to 1. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പാൻഷൻ കിട്ടും. ദാറ്റ് ഈസ് 1 plus 2x plus 3x square plus 4x cube plus etc. മാത്സ് സ്റ്റുഡൻസ് അത് എക്സ്പാൻഷൻസ് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമുക്കിവിടെ 1 plus 2x plus 3x square plus etc. is equal to 1 minus x raised to minus 2. അപ്പോൾ ഇവിടെ 1 plus 2q plus 3q plus 3q square plus etc. is equal to 1 minus q raised to minus 2. Now qp into 1 minus q raised to minus 2 in a denominator 1 minus q square. 1 minus q എന്ന് പറഞ്ഞാൽ p ആണ്. അപ്പോൾ p square. അപ്പോൾ p gets cancelled. Then expectation of x is equal to q by p. In geometric distribution, the mean is equal to q by p. Q is the probability of failure and P is the probability of success. Now we can find expectation of x square. Expectation of x square is equal to
summation over x square into f of x equal to q raised to xp. ഇനി അതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ ചെയ്യണ ഇവിടെ ഒരു മെത്തേഡിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു മെത്തേഡ് നോക്കാം. അതായത് ഫാക്ടോറിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ചെയ്യുന്നത് നോക്കാം. expectation of x square is equal to expectation of x into x minus 1 plus x. അല്ലേ, എക്സ് സ്ക്വയറിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, x into x minus 1 plus x. That is expectation of x into x minus 1 plus expectation of x. എക്സ്പെക്റ്റേഷൻ ഇൻസൈഡ് എടുക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ക്യൂ ബൈ പി, അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നൗ സമ്മേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു സമ്മേഷൻ 0 to infinity. ജോമെട്രിക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് പി. അത് സിംപ്ലിഫൈ ചെയ്യുക. എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ 0 1 കൊടുക്കുമ്പോൾ 0 വരും. പിന്നെ 2 കൊടുക്കുമ്പോൾ x equal to 2 ആകുമ്പോൾ 2 into 2 minus 1 into q raised to 2 by 2 into p plus 3 into 3 minus 1 into qp plus etc. Now simplifying we get ഇവിടെ 2 കോമൺ ആയിട്ട് വരും എല്ലാത്തിലും. അപ്പോൾ 2 also pq square is common, therefore that is taken outside. 2pq square is taken outside. Then the first term is 0. Sorry, first term is 1 plus 3q plus 6q square plus etc. That is 2pq square into this expansion is 1 minus q raised to minus 3. The expansion ഇവിടെ 1 plus 3q plus 6q square അല്ലേ, 1 minus q raised to minus 3. ആ എക്സ്പാൻഷനാണ്. അത് ഇവിടെ നിങ്ങളത് ചെയ്ത് നോക്കുക. 1 minus x raised to minus 3 ചെയ്ത് നോക്കുക. ഈ 1 minus x raised to minus p by q വെച്ചിട്ടുള്ള ഫോം വെച്ച് 1 minus x raised to minus 3ൻ്റെ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അപ്പോൾ ഈ സമ്മേഷൻ വരും 1 plus 3q plus 6q square x plus etc is equal to 1 minus q raised to minus 3. അപ്പോൾ എക്സ്പാൻഷൻ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ നോട്ടിൽ എവിടെയെങ്കിലും സൈഡിലായിട്ട് എഴുതി വയ്ക്കുക. എപ്പോഴും നോക്കാവുന്ന രീതിയിൽ ഈ എക്സ്പാൻഷൻ എഴുതുക. അതുപോലെ 3 എക്സ്പാൻഷൻസ് ചെയ്യണം. 1 minus x raised to minus 1 ഓൾറെഡി അറിയാം. 1 minus x raised to minus 2 ഓൾസോ 1 minus x raised to minus 3. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x into x minus 1 is equal to 2pq square into 1 minus q raised to minus 3. And therefore expectation of x square is equal to this into expectation of x into x minus 1 plus expectation of x. Therefore we get 2p square into 1 minus qq plus q by p. Now taking the common terms outside, and also 1 minus q is equal to p. Then simplifying we get 2q square by p square plus q by p. Therefore q by p is common, that is taken outside. Then 2q by p plus 1, that is q by p into 2q plus p by p. 2q നമുക്ക് ഒന്നുകൂടെ q plus p എന്ന് എഴുതാം. q plus p is equal to 1 ആണ്. അപ്പോൾ q by p into q plus 1 വരും. q plus p എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ ഇവിടെ 1 കൊടുക്കുമ്പോൾ q plus 1 by p എന്ന് വരും. അപ്പോൾ expectation of x square is equal to q by p square into 1 plus q എഴുതാം. മറ്റേ ടെക്സ്റ്റിൽ അതേപോലെ ആൻസർ സെയിം ആണ്, പക്ഷെ കുറച്ച് പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കാം. Now variance of x is equal to expectation of x square minus expectation of x the whole square. That is, after simplifying we get 1 plus q bracket like 1 plus q minus q വരും അല്ലേ. അപ്പോൾ q gets cancelled in q by p square. എന്തായാലും നോക്കി നോക്കാം. q by p square, variance of x is equal to q by p square, mean is equal to q by p. അത് ഓർത്തിരിക്കുക. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ mean is equal to q by p, variance is equal to q by p square. ബാക്കി മൊമെൻ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ അടുത്ത